നടിയെ ആക്രമിച്ച കേസിലെ വിധി വരാനിരിക്കെ സുപ്രീം കോടതിയിൽ നിന്നും മറ്റൊരു കേസിലെ നിർണായക ഉത്തരവ്. ആലുവ കോടതിയിൽ നിന്നും നടിയെ ആക്രമിച്ച കേസിലെ വിധിയിൽ ഇതും നിർണായകമാകും. കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെല്ലാം ശിക്ഷ ഉറപ്പാക്കുകയാണ്. കൂട്ടബലാത്സംഗ കേസുകളിൽ ലൈംഗിക പീഡനം നടത്തിയത് ഒരാളാണെങ്കിലും സംഘത്തിലെ മറ്റുള്ളവരെയും ശിക്ഷിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. IPC 376(2) വകുപ്പ് പ്രകാരം കൂട്ടബലാത്സംഗ കേസുകളിൽ ഒരാൾ കുറ്റം ചെയ്താൽ ആ കൂട്ടത്തിലുള്ള എല്ലാവരും കുറ്റക്കാരാകും. പൊതു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടത്തിൽ എല്ലാവരും പ്രവർത്തിച്ചതെന്ന നിയമതത്വമാണ് ഇതിന് അടിസ്ഥാനം. ജസ്റ്റിസ് സഞ്ജയ് കരോൾ, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവർ അംഗങ്ങളായ ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞു. 2004 മധ്യപ്രദേശിലെ കട്നി ജില്ലയിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ കേസിൽ വിചാരണ കോടതിയും ഹൈക്കോടതിയും 2 പ്രതികളെ കൂട്ടബലാത്സംഗത്തിന് ശിക്ഷിച്ചിരുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ ശിക്ഷിക്കപ്പെട്ട പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചു. താൻ പ്രവേശിത ലൈംഗിക അതിക്രമം നടത്തിയിട്ടില്ലെന്നും അതുകൊണ്ട് കൂട്ടബലാത്സംഗ കുറ്റം ചുമത്താനാകില്ലെന്നുമുള്ള വാദമാണ് പ്രതി ഉന്നയിച്ചത്. എന്നാൽ ലൈംഗിക അതിക്രമം നടത്തുകയെന്ന ഉദ്ദേശത്തോടെ പെൺകുട്ടിയെ പ്രതികൾ ഗൂഢാലോചന നടത്തി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. ഇതേ ആരോപണമാണ് നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതികൾക്കെതിരെ ചുമത്തിയത്. ബലാത്സംഗത്തെക്കുറിച്ച് അറിയാമെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന എല്ലാവർക്കും ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കടുത്ത ശിക്ഷ ലഭിക്കാൻ ഇടയുണ്ട്. കൂട്ടബലാത്സംഗ കേസുകളിൽ ഓരോ പ്രതിയും പീഡിപ്പിച്ചതിന്റെ തെളിവുകൾ പ്രത്യേകം ഹാജരാക്കണമെന്ന് നിർബന്ധമില്ല. ഒന്നോ അതിലധികമോ കുറ്റവാളികൾ ഒരേ ഉദ്ദേശത്തോടെ കുറ്റകൃത്യം ചെയ്താൽ കുറ്റകൃത്യത്തിന്റെ കൂട്ടുത്തരവാദിത്വത്തിന്റെ പേരിൽ ഓരോരുത്തരും ശിക്ഷാർഹരാണെന്നും സുപ്രീം കോടതി വിശദീകരിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ വാദം പൂർത്തിയായിരുന്നു. വാദത്തിൽ വ്യക്തത വരുത്തുന്നതിനായി കേസ് അടുത്ത മാസം 21-ന് പരിഗണിക്കും. അതിനുശേഷം വിചാരണ കോടതി കേസ് വിധി പറയാൻ മാറ്റും. 7 വർഷത്തോളം നീണ്ട വിചാരണാ നടപടികൾ ഒടുവിലാണ് നടിയെ ആക്രമിച്ച കേസിൽ വാദം പൂർത്തിയാകുന്നത്. 8ാം പ്രതി ദിലീപിന്റേത് ഉൾപ്പെടെയുള്ള പ്രതിഭാഗം വാദമാണ് ആദ്യം പൂർത്തിയായത്. പിന്നാലെ പ്രോസിക്യൂഷന്റെ മറുപടി വാദവും 10 ദിവസത്തിനകം പൂർത്തിയാക്കി. നേരത്തെ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയിരുന്നു. വിചാരണ അവസാന ഘട്ടത്തിലെന്ന് നിരീക്ഷിച്ചായിരുന്നു നടപടി. വാദം പൂർത്തിയായതോടെ ഇനി ഏറെ പ്രമാദമായ കേസിൽ വിധിയും അധികം വൈകാതെ ഉണ്ടാകും. 2017 ഫെബ്രുവരി 17-നാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമണത്തിന് ഇരയായത്. നടൻ ദിലീപ് ഉൾപ്പെടെ 9 പ്രതികളാണ് കേസിലുള്ളത്. 2018 മാർച്ചിലെ കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു. വിചാരണ നീണ്ടതോടെ കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. വിചാരണ നീളുന്നതിൽ വലിയ വിമർശനമാണ് വിചാരണ കോടതിക്ക് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിൽ വിധി വരാൻ ഇരിക്കെയാണ് സുപ്രീം കോടതിയുടെ കൂട്ടബലാത്സംഗ കേസിലെ പുതിയ നിരീക്ഷണം എത്തുന്നത്.